ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പനാടാണേ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സൺഡേ ആയതുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും അടുത്തൊരു സ്ഥലം വന്നിട്ട് നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. കണ്ടോ, വെള്ളച്ചാട്ടങ്ങളും ആറിൻ്റെ ശാഖയാണെന്ന് തോന്നുന്നു. പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പണ്ടത്തെ ഐസ് കൊണ്ടുവന്നത് കണ്ടോ. ഇതുണ്ടാത്തു സ്ഥലം എങ്ങനെ ഉണ്ടാത്തു? സൂപ്പർ. ട്രാക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. തത്തമ്മ സൈഡ് ഒതുങ്ങി പോവന്ന. അവിടെ പോണ്ട, ഇങ്ങോട്ട് അമ്പലമാണ്. മങ്കീൻ്റെ അടുത്ത് പോവല്ലേ? അടിപൊളി വൈബ്. നമ്മള് അമ്പനാട് വരുമ്പോഴേക്കുള്ളത് മെയിനായിട്ടുള്ളത് ഈ ഒരു അമ്പലമാണ് കേട്ടോ. ഈ ഒരു അമ്പലം നല്ല കാടിനകത്തൂടെ ഉള്ള യാത്രയും നല്ല അടിപൊളി ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണേ. മൂന്നാളും അങ്ങനെ വീടെടുത്ത് ഇങ്ങോട്ട് തോന്നിയില്ലേ? ഞാനതൊന്ന് കാണിച്ചു തരാം. റബ്ബർ പാലം കൊണ്ടുപോണ വണ്ടിയാണ് കേട്ടോ. ട്രാക്ടറിൻ്റെ ഇതിൽ റബ്ബർ പാലം കൊണ്ടുപോകുന്നത്. കുറച്ച് നേരം പിന്നെ പോകുന്ന വഴിക്ക് ഇറങ്ങി അവിടെ പിള്ളേരുടെ കൂടെ ഇറങ്ങി വെള്ളത്തിൽ കുറച്ച് നേരമൊക്കെ നിന്ന് കളിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറിയത്. കയറാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ കുരങ്ങിൻ്റെ കൂട്ടം വന്ന് പിന്നെ നമ്മൾ അവിടെ നിന്നില്ല. അവിടെ നിന്ന് അപ്പോൾ തന്നെ നമ്മൾ കയറി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിനി അവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോകണം കേട്ടോ, ഈ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്താനായിട്ട്. ഇവിടെ നമ്മൾ കയറി പോയിട്ട് അവിടെ ഫോറസ്റ്റിനകത്തേക്ക് കയറണമെങ്കിൽ നമുക്കൊരു ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വ്യൂ പോയിന്റിലെടുത്തു. ഇവിടെയാണ് അവിടെ വ്യൂ പോയിൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. പിന്നെ ഇതിനക്കരെ കാണുന്നത് തേയില ഫാക്ടറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു മാമ്പഴത്തറയെന്നോ അങ്ങനെ എന്തോ ഒരു സ്ഥലം പറയും, അവിടെയാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് മേലേക്ക് റോഡുണ്ട്, പക്ഷേ അത് നമ്മുടെ കാറിലൊന്നും പോകാൻ പറ്റത്തില്ല. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങ് ഫോറസ്റ്റിനകത്തേക്ക് പോയില്ല. അവിടെ നിന്ന് ഓഫ് റോഡാണ്. ഒട്ടും കാറിൽ പോകാൻ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് അധികം പോയില്ല. നമ്മൾ വ്യൂ പോയിൻ്റിനോട് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് താഴെ വന്നു. കുറച്ച് തേയിലയുടെ ഇതുണ്ട്, അവിടേക്ക് ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളപ്പോഴത്തന്നെ അവിടെ നിന്ന് തിരിച്ചു.
കാര്യം ആന എപ്പോഴും വെള്ളം കുടിക്കാനായിട്ട് പോകുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. 1-2 പേരൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു പേടിയായി. അങ്ങോട്ടേക്ക് പിന്നെ കുട്ടികളെ കൊണ്ട് പോകുന്നത് റിസ്ക് അല്ലേ, അങ്ങനെ പോയില്ല. ഇത് തിരിച്ച് നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. റോഡിൽ തന്നെയാണ് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ മഴയില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറവ്, പക്ഷേ നല്ല തണുത്ത വെള്ളം കേട്ടോ. നമ്മൾ കുറേ നേരം പിന്നെ അവിടെ ഇറങ്ങി നിന്ന്, പിള്ളേരാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി പറ്റണമെന്ന്. അങ്ങനെ എന്തപ്പോഴാണ് ഇത് ഇവനെ കണ്ടത് അവിടെ വെച്ച്. ഇവൻ നമ്മുടെ ഒപ്പം അവിടെ ഒത്തിരി നേരം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അപ്പോഴത്തന്നെ വണ്ടിയിൽ കയറി തുടങ്ങിയത് മഴ തുടങ്ങി. പിന്നെ എങ്ങനെയെങ്കിലും ഇങ്ങ് താഴെ എത്തി. കാര്യം അത്ര റിസ്ക്കായിരുന്നു. കഷ്ടിച്ച് 2 വണ്ടി പോകുന്നേ ഉള്ളൂ. മഴയും മഞ്ഞും കൂടി ആയപ്പോഴത്തേക്ക് റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ എങ്ങനെയാണ് നമ്മൾ കുളത്തൂപ്പുഴ എത്തി. വന്ന് അവിടെ നിന്നാണ് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം മീനിന് തീറ്റ. പാലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് മീനുകളൊന്നും ഇങ്ങനെ അടുത്തേക്ക് അധികം വരാറില്ല. കുറച്ച് ഭാഗത്ത് മാത്രമേ മീനുള്ളൂ കേട്ടോ. ഈ കാണുന്ന ഇത്ര സ്ഥലത്ത് മാത്രമേ മീനുള്ളൂ. ബാക്കി അപ്പുറം സൈഡിലേക്ക് പോയിട്ടും നോക്കിയിട്ട് മീനൊന്നുമില്ല. ആ സൈഡിലാണ് പാലത്തിൻ്റെ പണി നടക്കുന്നത്. ഒത്തിരി മീനുള്ള സ്ഥലമായിരുന്നു. നമ്മൾ തീറ്റ കൊടുക്കുന്നെങ്കിലും അടുത്ത് വരുന്നില്ല. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കിട്ടോ. എല്ലാവർക്കും ടാറ്റാ.